പുതുയുഗ രാഷ്ട്രീയത്തിൻ നീലാകാശം ഇവിടെ പിറകൊണ്ടു. അതിലൊരു വെള്ളിത്താരകമിന്ന് വഴിതെളിയിക്കാൻ ഉയർകൊണ്ടു. പുതുയുഗ രാഷ്ട്രീയത്തിൻ നീലാകാശം ഇവിടെ പിറകൊണ്ടു. അതിലൊരു വെള്ളിത്താരകമിന്ന് വഴിതെളിയിക്കാൻ ഉയർകൊണ്ടു. ഒരു നവവികസന മോചന മന്ത്രധ്വനികൾ ഉയർത്തി ഗമിക്കുന്നു. SDPI കൊടിയടയാളം ജനകോടികളെ വിളിക്കുന്നു. സ്വതന്ത്ര നാടിതിൽ അടിമകളായി പല വഴിയിൽ ചിതറിയ സോദരരെ, ചരിത്ര വഴിയിൽ നമ്മുടെ പൂർവികർ കൊളുത്തി വെച്ച വിളക്കിവിടെ. സ്വതന്ത്ര നാടിതിൽ അടിമകളായി പല വഴിയിൽ ചിതറിയ സോദരരെ, ചരിത്ര വഴിയിൽ നമ്മുടെ പൂർവികർ കൊളുത്തി വെച്ച വിളക്കിവിടെ. അണഞ്ഞു പോയിട്ടില്ലതു നമ്മുടെ സിരകളിൽ തൂളി തീർക്കട്ടെ. ഒരു പുതുപുലരി പിറക്കും വരെ ഈ കൈത്തിരിയിരുള് വിളർക്കട്ടെ. ഇന്നീ നാടൊരു സ്വതന്ത്ര ഭൂമി, ചിലരുടെ നിലവിൽ സവർണ ഭൂമി. അവർണ മുസ്ലിം സോദരരെ അവർ അടിമകളാക്കി. ഇന്നീ നാടിൻ സിരകളെ അഴിമതി അധർമ്മ പങ്കിലമാക്കി. പുതുയുഗ രാഷ്ട്രീയത്തിൻ നീലാകാശം ഇവിടെ പിറകൊണ്ടു. അതിലൊരു വെള്ളിത്താരകമിന്ന് വഴിതെളിയിക്കാൻ ഉയർകൊണ്ടു. അലയടിക്കുന്ന തിരമാലകളേക്കാൾ ആവേശജ്വാലകൾ ഉയർത്തി തീരപ്രദേശങ്ങളിൽ നിന്നും തുടങ്ങി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ SDPI ജനകേരള യാത്ര ഗ്രാമങ്ങളെ തൊട്ടുണർത്തി പുതിയൊരു ക്ഷേമരാഷ്ട്രത്തിന്റെ പ്രത്യാശകൾ ഉയർത്തി ഏപ്രിൽ 2-ന് കാസർഗോഡ് ഹൊസങ്കുടിയിൽ നിന്ന് പ്രയാണം ആരംഭിക്കുകയായിരുന്നു. मैं पूछना चाहता हूं CPIS CPM के लोगों से कि आखिर कौन सी वजह है, कौन सी ऐसे हालात हैं कि आज पूरी CPIM कांग्रेस पार्टी आज भारतीय जनता पार्टी के साथ वुमेन्स रिजर्वेशन के साथ में खड़ी, कंधे से कंधा मिलाकर खड़ी हुई है. आज आपकी लड़ाई SDPI लड़ रही है और आने वाला समय इस केरल के अंदर SDPI का है. जो गुजरात के अंदर हजारों मुसलमान कत्ल कर दिए गए, जो भिवंडी के अंदर हजारों मुसलमान कत्ल कर दिए गए, जो मलियाना के अंदर, जो लखनऊ के अंदर, जो कानपुर के अंदर 16,000 दंगों के अंदर जो लाखों मुसलमान कत्ल कर दिए गए, गवाह है ये हिंदुस्तान का इतिहास. एक भी मुसलमान के कातिल को सजा मिली हो तो मुसलमान भाइयों कांग्रेस को वोट दे देना, कांग्रेस को अपना लेना, नहीं तो कांग्रेस इस देश से निकाल कर दूर फेंक देना और SDPI और समाजवादी पार्टी जैसे लोगों को अपने आगे ले आना. सारे जहां से अच्छा हिंदुस्तान हमारा हमारा, सारे जहां से अच्छा हम बुलबुले हैं इसकी, ये गुलिस्तान हमारा हमारा, सारे जहां से अच्छा हिंदुस्तान.
ജനകേരള യാത്രാ ഗാനങ്ങളുടെ CD പ്രകാശനം ദേശീയ ജനറൽ സെക്രട്ടറി A. സയ്യിദ് അപ്പാട് ഭൂസമര നേതാവ് PK രാധാകൃഷ്ണന് കൈമാറി നിർവഹിക്കുകയുണ്ടായി. ഇവിടെ നിന്നും ഈ ചക്രം ഉരുളാൻ പോവുകയാണ്. ഇവിടെ ഒരു വാഹനം വന്ന് നിൽക്കുന്നുണ്ട്. അതിനു മുകളിൽ 2 മുദ്രാവാക്യങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നു. വിശപ്പിൽ നിന്ന് മോചനം, ഭയത്തിൽ നിന്ന് മോചനം. നമ്മുടെ രാജ്യം ഇന്ന് ഉയർത്തിപ്പിടിക്കുന്ന 2 മുഖ്യ അജണ്ടകളാണ് വികസനവും ഭീകരവിരുദ്ധ യുദ്ധവും. വികസനം വിശപ്പിൽ നിന്ന് മോചനം നേടുവാനാണ്. ഭീകരവിരുദ്ധ യുദ്ധം ഭയത്തിൽ നിന്ന് മോചനം നേടുവാനാണ്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇവിടെ ഉയർത്തപ്പെട്ടിട്ടുള്ള ഈ മുദ്രാവാക്യം വികസനത്തിൻ്റെ ഇരകളുടെ ഹൃദയത്തിൽ നിന്നാണ് ഉയർന്നു വരുന്നത്. ഭയത്തിൽ നിന്ന് മോചനം എന്ന മുദ്രാവാക്യം ഭീകരവിരുദ്ധ യുദ്ധം എന്ന ചരിത്ര വഞ്ചനയുടെ ഇരകളുടെ മനസ്സിൽ നിന്നാണ് ഉയർന്നു വരുന്നത്. ഈ 2 മുദ്രാവാക്യങ്ങൾ അത് കേരളം മുഴുവനും ಈ ಯಾತ್ರ ಎತ್ತಿಕ್ಕುಂ. ಡಾಕ್ಟರ್ BR ಅಂಬೇಡ್ಕರ್ ಅವರ ಪ್ರತಿಮೆಯ ಮುಂದೆ ಆ ಸ್ಟ್ಯಾಚ್ಯೂಲಿ ಮುಂಬಿಲ್ 24 മണിക്കൂറും പോലീസ് ഉണ്ടാവും. 24 hours പോലೀಸ್ ഉണ്ടാവും. ಯಾಕೆ ಗೊತ್ತಾ ನಿಮಗೆ? ಸವರ್ಣೀಯರು ಮತ್ತು ಫ್ಯಾಸಿಸ್ಟ್ ಶಕ್ತಿಗಳು ಡಾಕ್ಟರ್ BR ಅಂಬೇಡ್ಕರ್ ಪ್ರತಿಮೆಯ ಮೇಲೆ ಅವರು ದುಷ್ಕೃತ್ಯವನ್ನು ಎಸಗುತ್ತಾರೆ, ಸಗಣಿಯನ್ನು ಹಾಕ್ತಾರೆ, ಮಲವನ್ನು ಹಾಕ್ತಾರೆ ಎನ್ನುವ ಕಾರಣಕ್ಕೆ ಈ ದೇಶಕ್ಕೆ ಸಂವಿಧಾನವನ್ನು ಬರೆದುಕೊಟ್ಟಂತಹ ಡಾಕ್ಟರ್ BR ಅಂಬೇಡ್ಕರ್ ಅವರಿಗೆ ಈ ದೇಶದ 63 ವರ್ಷ ಕಳೆದರೂ ಕೂಡ ದುಷ್ಕೃತ್ಯ ಎಸಗುವಂತ ಈ ಜನತೆಯಲ್ಲಿ ಡಾಕ್ಟರ್ BR ಅಂಬೇಡ್ಕರ್ ಅವರ ಪ್ರತಿಮೆಗೆ ಇಲ್ಲಿ ಮೋಚನ ಇಲ್ಲದಿದ್ರೆ, ಡಾಕ್ಟರ್ BR ಅಂಬೇಡ್ಕರ್ ಅವರ ಪ್ರತಿಮೆಯನ್ಗೆ ಒಂದು ಪೊಲೀಸರು ಕಾಯಬೇಕಾದ ಸ್ಥಿತಿ ಆದರೆ ಈ ದೇಶದಲ್ಲಿ ವಾಸಿಸುವಂತ ಸಾಮಾನ್ಯ ದಲಿತನ ಸ್ಥಿತಿ ಏನಾಗಿರಬಹುದು ನೀವು ಊಹಿಸಿ ನೋಡಿ. മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവഗണിച്ച, അവർ തമസ്കരിച്ച, അവർ ഏറ്റെടുക്കാൻ വിസമ്മതിച്ച കുറേയേറെ പ്രശ്നങ്ങൾ തങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന ധീരമായ പ്രഖ്യാപനമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഈ ജനകേരള യാത്രയിലൂടെ ഉന്നയിക്കുന്നത്. കഴിഞ്ഞ കേരളത്തിൽ 2 രാജ്യസഭയിലേക്ക് 2 നിയമനങ്ങൾ നടന്നു. 2 പേരെ CPMൻ്റെ നേതൃത്വത്തിലുള്ള 2 അംഗങ്ങളെ ബാലഗോപാലും സുമയും തിരഞ്ഞെടുക്കപ്പെട്ടു. ഇത് ഈ സമൂഹത്തിലെ ഏത് സമൂഹത്തിൽപ്പെട്ടവരാണെന്ന് നമുക്ക് അറിയാൻ കഴിയും. എന്നാൽ പട്ടികജാതിക്കാരോ മുസ്ലിങ്ങളോ പിന്നോക്ക ജനവിഭാഗങ്ങളോ ആ പാർട്ടിയിൽ ഇല്ലാഞ്ഞിട്ടാണ്. ഏറ്റവും കൂടുതൽ വോട്ട് ബാങ്കുള്ള ദളിത വോട്ട് ബാങ്കുള്ള CPM ആണ് 2 നായർ സമുദായങ്ങളെയാണ് ആ പാർട്ടിയിൽ നിന്നും രാജ്യസഭയിലേക്ക് പറഞ്ഞുവിട്ടത്. ഭൂമിക്ക് വേണ്ടി സമരം നടത്തുന്ന ഒരു സമരസമിതിയുടെ ചെയർമാൻ എന്നുള്ള നിലയിലാണ് ഞാനിവിടെ എത്തിപ്പെട്ടിരിക്കുന്നത്. SDPIയുടെ നേതാക്കന്മാർ ഞങ്ങൾ ഈ സമരത്തിൽ ഇറങ്ങിത്തിരിച്ചപ്പോൾ, ഭൂമിക്ക് വേണ്ടിയുള്ള സമരത്തിൽ ഇറങ്ങിത്തിരിച്ചപ്പോൾ പത്രസമ്മേളനം വഴിയും നേരിട്ടും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും സാംസ്കാരിക സംഘടനകളോടും മറ്റ് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയ്ക്ക് പുറത്തുള്ള ഒട്ടേറെ സംഘടനകളോടൊക്കെ ഈ ഭൂമിക്ക് വേണ്ടിയുള്ള ധർമ്മസമരത്തിന് പിന്തുണ അഭ്യർത്ഥിച്ച് രേഖാപരമായി കത്തുകൊടുക്കുകയുണ്ടായി. ആദ്യമായി ഞങ്ങളെ ഈ സമരത്തെ പിന്തുണയും സഹായ സഹകരണവുമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളുടെ സമരഭൂമിയിൽ വന്ന് ഞങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് SDPI എന്ന് പറയുന്ന ഈ മർദ്ദിത ജനവിഭാഗങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു. തുടർന്ന് അഷ്ടഭാഷാ സംഗമ ഗ്രാമങ്ങളെ പാടിയുണർത്തി നദികളും പാലങ്ങളും പിന്നിട്ട് SDPI യാത്ര കാസർഗോഡ് നഗരവീഥികളിലേക്ക് രാത്രിയോടെ പ്രവേശിക്കുകയായിരുന്നു. ദേശീയ പാതയിലൂടെ കൊച്ചു കൊച്ചു പട്ടണങ്ങളിൽ നവജാഗരണത്തിന്റെ മന്ത്രധ്വനികൾ ഉയർത്തി
പാർശ്വവൽകൃത സമൂഹത്തിന്റെ ശബ്ദമായി ജനകേരളയാത്ര കണ്ണൂരിലേക്ക് സംഗമിച്ചു. കേരള ജനതയും ഇന്ത്യയൊട്ടുക്കുമുള്ള ബഹുജന സഹസ്രങ്ങളും വേവലാതി കൊള്ളുന്ന മൗലികമായ 6 പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു SDPI-യുടെ 22 ദിവസം നീണ്ടുനിന്ന ജനകേരളയാത്ര. लेकिन शायद ये पहला मौका है कि हिंदुस्तान की सियासी किस्मत को बदलने के लिए साउथ से एक आवाज उठी जो नॉर्थ तक सुनी जा रही है और जिसकी आवाज के ऊपर सबसे पहले नॉर्थ के अंदर राजस्थान ने लब्बैक कहा। मैं आपको ये खुशखबरी सुना देना चाहता हूं कि SDPI की पॉलिटिकल जो जीत है या फतह है उसका सबसे पहले सेहरा राजस्थान ही के अंदर बधा और SDPI के 2 लोगों ने इलेक्शन के अंदर कामयाबी हासिल की राजस्थान के। ഏത് വലിയ പട്ടണത്തിൽ പോയാലും വേസ്റ്റ് കൂനകളിൽ കറുത്ത പന്നികളോടൊപ്പവും പട്ടികളോടൊപ്പവും ചില കുട്ടികളെയും നിങ്ങൾക്ക് കാണാം. അവരുടെ പേര് ചോദിക്കൂ, ജാതി ചോദിക്കൂ. എന്തുകൊണ്ടാണ് ആ കൂട്ടത്തിൽ ഒരൊറ്റ സവർണ കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടിയുമില്ലാത്തത്? എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ മുഴുവനും മുസ്ലിം സമുദായത്തിൽപ്പെട്ടത്? അതല്ലെങ്കിൽ ദലിത് വിഭാഗത്തിൽപ്പെട്ടത്? അതുമല്ലെങ്കിൽ ആദിവാസി കുടുംബങ്ങളിൽപ്പെട്ട കുട്ടികൾ മാത്രമായി പോകുന്നത് എന്തുകൊണ്ടാണ്? കഴിഞ്ഞ 10-60 വർഷക്കാലമായി ഇന്ത്യ രാജ്യത്ത് ഭരിച്ചത് ഒരു പ്രത്യേക ജനവിഭാഗം. ആർക്ക് വേണ്ടി ഭരിച്ചു? ഒരു പ്രത്യേക ജനവിഭാഗത്തിന് വേണ്ടി ഭരിച്ചു. അവര് സർക്കാർ സർവീസുകളിൽ കയറിക്കൂടി. അവര് കോടീശ്വരന്മാരായി മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്ത് ഒരു ഭാഗത്ത് കോടീശ്വരന്മാരുടെ എണ്ണം കൂടി വരുമ്പോ മറുഭാഗത്ത് പട്ടിണി കിടന്നുകൊണ്ട് മരിക്കുന്നവരുടെ എണ്ണം മറുഭാഗത്ത് കൂടിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലെ 20 ലക്ഷം ഭൂരഹിതർക്ക് ഭൂമി നൽകുക, സേവന മേഖലകൾ സർക്കാർ സ്വകാര്യ കുത്തകകൾക്ക് കൈമാറുന്നത് അവസാനിപ്പിക്കുക, ലിബർഹാൻ കമ്മീഷൻ റിപ്പോർട്ടിനുമേൽ നടപടി സ്വീകരിക്കുക, ന്യൂനപക്ഷ ദലിത് വേട്ട അവസാനിപ്പിക്കുക, വിലക്കയറ്റം തടയുക, ഭരണഘടനാനുസൃതമായ സംവരണ തത്വം പാലിക്കുക തുടങ്ങിയ 6 മുദ്രാവാക്യങ്ങളാണ് ജാഥ ഉയർത്തിപ്പിടിച്ചത്. വടകരയ്ക്കടുത്ത് അഴിയൂരിൽ വെച്ച് കോഴിക്കോട് ജില്ലയിലേക്ക് സ്വീകരിച്ചാനയിച്ച ജാഥ വഴിയിലുടനീളം സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി മുന്നേറി. താമരശ്ശേരിയിൽ അനധികൃത ബാറിനെതിരായി നടക്കുന്ന സമരപ്പന്തൽ ജാഥാ നേതാക്കൾ സന്ദർശിച്ച് പിന്തുണ പ്രഖ്യാപിച്ചത് നാട്ടുകാരിൽ ഏറെ ആഹ്ലാദമുണ്ടാക്കി. നാടൻ കലാരൂപങ്ങളുടെ അകമ്പടിയോടെ മുന്നേറിയ ജനകേരള യാത്ര വയനാട്ടിലെ അപ്പാട് ഭൂസമര പന്തൽ സന്ദർശിച്ച് പിന്തുണയർപ്പിച്ചത് ആദിവാസികളിൽ അഖിലം ആനന്ദം പകർന്ന സംഭവമായിരുന്നു. ജനകേരള യാത്ര വയനാട്ടുകാരുടെ ഉത്സവമായി മാറുന്നതാണ് പിന്നീട് കണ്ടത്. വിവിധ വിഭാഗം ജനങ്ങൾ വയനാട്ടിൽ ജാഥയോടൊപ്പം പങ്കുചേരുകയുണ്ടായി. हमारे ऊपर माइनॉरिटीज़, मुसलमान, दलित, आदिवासी जो इस मुल्क के 85% करेक्ट 85% मेले ये मेले जातिकार राजकारी चला रहे इधर, और हम लोग गुलाम बनकर जी रहे हैं इनके। हमारा मुल्क ये राजा महाराजा का मुल्क है क्या? राजा महाराजा का मुल्क नहीं है। ये एक सॉवरन सोशलिस्ट सेक्युलर डेमोक्रेटिक रिपब्लिक है ये।
രാമനാട്ടുകര വഴി മലപ്പുറം ജില്ലയിലേക്ക് പ്രവഹിച്ച ജനകേരള യാത്രയ്ക്ക് വഴിയോരങ്ങളിലെങ്ങും തടിച്ചുകൂടിയ സ്ത്രീകളും കുട്ടികളുമടങ്ങുന്ന ജനക്കൂട്ടം അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടിരുന്നു. മലപ്പുറത്തെ മദ്യവിരുദ്ധ സമര പന്തലിൽ ഹാർദവമായ സ്വീകരണമാണ് ജാഥയ്ക്ക് ലഭിച്ചത്. യാത്ര പെരിന്തൽമണ്ണയിലും താനൂരിലും പൊന്നാനിയിലും മറ്റും എത്തുമ്പോഴേക്കും ജനാരവത്തിന്റെ കൊട്ടിഘോഷങ്ങൾ പാരമ്യത്തിലെത്തിയിരുന്നു. The next state in Rajasthan we captured Zilla Panchayat. We have contested for a Zilla Panchayat. Our candidate has been elected and again he has been contested for the chairmanship of the Zilla Parishad. Thankfully God has elected him as the chairman of the Zilla Parishad. So I am very proud to be announce you that really we have achieved our goal with the grace of God and your commitments and people's wishes with us. ஒரு கிராமத்தில் இன்னும் பெண்கள் சட்டை அணியக்கூடாது. ஆந்திரா ஒரிசாவிலே ஒரு கிராமத்திலே பெண்கள் திருமணமான பெண்கள் திருமணமாக முன்பு அணிந்து கொள்ளலாம், திருமணமான பின்பு அவர்கள் சட்டை அணியக்கூடாது. இதெல்லாம் அவல நிலை அல்லவா? கேட்டால் இந்தியா ஒளிர்கிறது என்கிறீர்கள். அதற்கெல்லாம் முற்றுப்புள்ளி வைக்க வேண்டும் என்றுதான் அதற்கெல்லாம் முற்றுப்புள்ளி வைக்க வேண்டும் என்றுதான் இங்கே கேரளத்திலே ஒரு அருமையான திரண்ட சக்தி. ஏழையாக உள்ளவன் ஏழையாக என்றைக்கும் இருக்கக்கூடாது. வறுமையில் வாடிக்கொண்டிருப்பவன் வறுமையில் வாடக்கூடாது. சமதர்மம், ஜனநாயகம், ஜனநாயகம் வேண்டும். இன்னைக்கு ஜனநாயகத்தை காப்பாற்றுகிறேன் என்று சொல்லிவிட்டு ஜனநாயகத்தை அடமான வைத்துக் கொண்டிருக்கின்றார்கள். കേരളത്തിലെ ജനങ്ങളെ പൊറുതിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ പൊതുസമൂഹം പൊറുതിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ കക്ഷികൾ തമ്മിൽ വ്യത്യാസമില്ലാതായിക്കൊണ്ടിരിക്കുന്നു. രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെ ബി ടീം അത് തന്നെയാണ് ബി ജെ പി എന്നും ബി ജെ പിയുടെ ബി ടീമാണോ എ ടീമാണോ എന്നതിൽ മാത്രമുള്ള തർക്കമേ നമുക്കുള്ളൂ. രാജ്യത്തെ പ്രതീക്ഷയർപ്പിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ മുന്നേറ്റങ്ങളും ഇന്ന് ഇന്ത്യൻ പൊതുസമൂഹത്തിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നത് നമ്മുടെ ജനാധിപത്യ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്. നമ്മുടെ ഭരണ സംവിധാനത്തെ, ഇന്ത്യയുടെ സാമ്പത്തിക നയങ്ങളെ, രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളെ ഒരുപാട് കാലം വൈദേശിക ശക്തികൾ ഈ രാജ്യം നിയന്ത്രിച്ചതിനേക്കാൾ ഭംഗിയായിക്കൊണ്ട് നേരത്തെ ഉദ്ഘാടകൻ സൂചിപ്പിച്ച പോലെ മൻമോഹൻ സിംഗിലൂടെ, സോണിയാഗാന്ധിയിലൂടെ ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിനെതിരെ ഉണ്ടാകാവുന്ന പ്രതിഷേധങ്ങളുടെ സ്വരം അത് ദുർബലമായി കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ ഉണ്ടാകേണ്ട ഉയർന്നു വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇന്ന് കോൺഗ്രസിനേക്കാൾ മോശമായ രീതിയിൽ മുതലാളിത്തത്തിന്റെ അടിമകളായി മാറിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ അരനൂറ്റാണ്ടിലധിക കാലമായി ഈ രാജ്യത്തിൻ്റെ വികസനത്തെക്കുറിച്ച് പറയുന്ന, ഭൂപരിഷ്കരണത്തെക്കുറിച്ച് പറയുന്ന, ലോകത്തിന് മാതൃകയാണ് കേരളം എന്ന് പറയുമ്പോൾ അതിൻ്റെ അടിസ്ഥാനപരമായി കമ്മ്യൂണിസ്റ്റുകളും ഈ രാജ്യത്തിലെ മുഴുവൻ സാംസ്കാരിക നായകരും പറയുന്നത് കേരളം ഭൂപരിഷ്കരണം നടന്ന സംസ്ഥാനമാണ്. പക്ഷേ ഇത്രമാത്രം പ്രചണ്ഡമായ പ്രചരണ കൊടുങ്കാറ്റിലൂടെ ലോകത്തിലെ ഏറ്റവും വലിയൊരു പിന്തിരിപ്പനായ ഒരു നിയമത്തെയാണ് അവർ ലോകത്തിൻ്റെ മാതൃകയാണെന്ന് കമ്മ്യൂണിസ്റ്റുകൾ വാഴ്ത്തിയത്. ഇത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഈ ജനകേരള യാത്രയിലൂടെ പൊളിക്കുകയാണ്. വളരെ അക്ഷരാർത്ഥത്തിലുള്ള കണക്കുകൾ, വസ്തുനിഷ്ഠമായ കണക്കുകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പറയുന്നു, ഈ രാജ്യത്തെ മർദ്ദിതന്, ഈ രാജ്യത്തെ ദളിതന്, ഈ രാജ്യത്തെ ആദിവാസിക്ക് ഈ രാജ്യത്തെ ഭൂമിയില്ല. 1997 പഞ്ചവത്സര പദ്ധതികളുടെ കരട് രേഖയിൽ ഗവൺമെൻറ് തന്നെ സമ്മതിക്കുന്നു 77% ദളിതുകൾക്ക് കേരളത്തിൽ ഭൂമിയില്ല.
65 ലക്ഷം ദളിതരാണ് കേരളത്തിൽ പട്ടികജാതിക്കാരായി നിൽക്കുന്നത്. അതേപോലെ തന്നെ 1.5% വരുന്ന കേരളത്തിലെ ആദിവാസികൾ. അങ്ങനെ കേരളത്തിലെ ആദിവാസികളും ദളിതരും ഉൾപ്പെടെയുള്ള ജനവിഭാഗങ്ങൾക്ക് കേരളത്തിൽ ഭൂമിയില്ല. 99% ആദിവാസികൾക്കും ഈ രാജ്യത്ത് ഭൂമിയില്ല. 30% വരുന്ന കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ, കേരളത്തിലെ ധീവര സമൂഹത്തിൽപ്പെട്ടവർ, കേരളത്തിലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ, അങ്ങനെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് കേരളത്തിൽ ഭൂമിയില്ല. ഇതിൻ്റെ ഉത്തരവാദിത്വം ആരാ? ഈ രാജ്യം അരനൂറ്റാണ്ടിലധികം ഭരിച്ച ഈ ഇടതുപക്ഷക്കാർക്ക്, വലതുപക്ഷക്കാർക്ക് ഈ രാജ്യത്തിലെ ഈ പ്രശ്നത്തിൽ നിന്നും ഒളിച്ചോടാൻ കഴിയുമോ എന്ന് പറഞ്ഞാൽ, പൊറാട്ട് നാടകങ്ങൾ കളിച്ചുകൊണ്ട് കേരളത്തിൽ ആദ്യമായി ദളിതർക്ക് വേണ്ടി, പട്ടികജാതിക്കാർക്ക് വേണ്ടി ഭൂപരിഷ്കരണം നടപ്പിലാക്കി എന്ന് പറയുന്ന ഗവൺമെൻറ്റിൻ്റെ പൊള്ളത്തരമാണ് ഇവിടെ തുറന്നു കാണുന്നത്. എന്ന് പറഞ്ഞാൽ 57 മുതൽ 70 വരെ കേരളത്തിൽ ആദ്യമായി ബാലറ്റിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് മുതൽ അച്യുത മേനോൻ ഗവൺമെൻറ് വരെയുള്ള ആ കാലഘട്ടത്തിലാണ് കേരളത്തിൽ ഞങ്ങൾ ഭൂമി കൊടുത്തു. ആ ഭൂമിയിൽ നിന്നുകൊണ്ടാണ് ദളിതനെ നിവർന്നു നിൽക്കാൻ ഞങ്ങൾ തയ്യാറാക്കിയത്, പ്രാപ്തരാക്കിയത് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരാ ഞങ്ങൾ വെല്ലുവിളിയോട് സംവാദത്തിന് തയ്യാറാണ്. ഇന്ന് നേരം വെളുത്ത് ഇന്ന് സന്ധ്യയായപ്പോഴേക്കും ഇന്ത്യയിലെ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ ഇന്ന് പോഷകാഹാരക്കുറവ് മൂലം അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുഞ്ഞുങ്ങൾ ഇന്ന് മരണപ്പെട്ടു. നമ്മുടെ രാജ്യത്ത് UN കണക്കാ ഇന്ത്യയിൽ 110 കോടി ജനങ്ങളിൽ 20 കോടി ജനങ്ങൾ ഇന്ന് ആഹാരം കഴിച്ചിട്ടില്ല, കണക്കാണ്. 40% വരുന്ന ജനത്തിന് നിരക്ഷരരാണ് ഇന്ത്യയിൽ. ആരാ മറുപടി പറയേണ്ടത്? 8 മാസം മുമ്പ് രൂപീകൃതമായ ഞങ്ങളല്ല യഥാർത്ഥത്തിൽ. ഈ പറയുന്ന എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരും ഇതിന് കൃത്യമായ മറുപടി പറയണം. യൂറോപ്യൻ മൻമോഹൻ സിംഗ് കട്ടളയിടുகிறார், நீ இந்த சட்டத்தை கொண்டு வா. அமெரிக்காவிலிருந்து ஒபாமா கட்டளையிடுகிறார், இந்த சட்டத்தை இப்படி கொண்டு வா என்று. ஆக இந்த வளர்ந்த நாடுகளுடைய அடிமையாக இன்னும் உலக வங்கி சொல்லுகிறது மன்மோகன் சிங்கிற்கு. இந்த நிலையிலே இந்த அரசு, இந்த வளர்ந்த நாடுகள், உலக வங்கிகள் இவருடைய கட்டளைக்கு இவர்களுக்கு சிப்பாயாக இன்றைக்கு அதுவும் இந்தியாவில் இருக்கக்கூடிய ரிலையன்ஸ், டாடா போன்ற இந்த வளர்ச்சி யாராலும் தடுக்க முடியாது. இதனுடைய வளர்ச்சி அசுர வேகத்திலே இன்று போய்கொண்டிருக்கிறது. உங்களுக்கெல்லாம் தெரியும், தமிழ்நாட்டை பொறுத்தவரை தேர்தல் வந்துவிட்டால் உடனே 10-15 கட்சி முளைத்துவிடும். தேர்தல் முடிந்தவுடன் அது காணாமல் போய்விடும். ஆனால் SDPஐ பொறுத்தவரை சுமார் ஒரு 20 கால பரிணாம வளர்ச்சியாகும். இந்த கட்சி ஆரம்பித்து எப்படி செயல்படுத்த வேண்டும் என்பதை படிப்படியாக വളർന്ന കക്ഷി. വേറെ ലോകസഭയിലുള്ള MP-മാരും അതേപോലെ തന്നെ അവർ കോൺഗ്രസുമായി ചേർന്നുകൊണ്ട് അധികാരത്തിൻ്റെ സൗകര്യങ്ങൾ അനുഭവിച്ചുകൊണ്ട്, അധികാരത്തിന് ചെറിയ ചെറിയ സൗകര്യങ്ങൾ, ഉദാഹരണത്തിന് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് റെയിൽവേയിലൊക്കെ സഞ്ചരിക്കുമ്പോൾ ഒരു പ്രത്യേക എയർ കണ്ടീഷൻഡ് സലൂൺ ഉണ്ടാവും എന്നതിൽ കവിഞ്ഞ് യാതൊരു അധികാരവുമായി നടക്കുന്ന ആളുകൾ, അവർ ഈ വളരെ സുപ്രധാനമായ, ചരിത്രപ്രധാനമായ പിന്നോക്ക വിഭാഗങ്ങളെയും മുസ്ലിങ്ങളെയും ദളിതുകളെയും വഞ്ചിക്കുന്ന ഒരു ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിച്ചപ്പോൾ അവർ ഒരു വാക്ക്, സാധാരണ മലയാള ഭാഷയിൽ പറഞ്ഞാൽ കമ എന്നൊരു വാക്ക് അവർക്ക് ഉച്ചരിക്കാൻ പറ്റിയില്ല. കാരണം നേരത്തെ തന്നെ സോണിയ മാഡം ഈ 2 MP-മാരുടെയും നാക്കുകൾക്കും ചുണ്ടുകൾക്കും ഒരു ക്ലിപ്പിട്ടിരിക്കുന്നു. അങ്ങനെ ക്ലിപ്പിട്ടിരിക്കുന്ന ആളുകളെ കൊണ്ട് ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തിൻ്റെയോ ദളിത് സമുദായത്തിൻ്റെയോ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സാധ്യമല്ല. പാലക്കാടിന്റെ ഹരിതഭൂമിയെ പാടിയുണർത്തി തൃശൂർ ജില്ലയിലേക്ക് പ്രയാണം തുടർന്ന SDPI യാത്രയെ വരവേൽക്കാൻ എല്ലായിടത്തും ജനങ്ങൾ തടിച്ചുകൂടി നിൽക്കുന്നുണ്ടായിരുന്നു. പൊലിമയാർന്ന സ്വീകരണങ്ങളായിരുന്നു വർണ്ണത്തിന്റെ നാടായ തൃശൂർ ജില്ലയെ ഇളക്കിമറിച്ചത്. എല്ലായിടത്തും ഭാരവാഹികൾ ജാഥനായകരെ ഹാരങ്ങൾ അണിയിച്ച് ആശീർവദിച്ചുകൊണ്ടിരുന്നു.
ചാവക്കാട് മുൻ നക്സൽ നേതാവും ഗ്രോ സമര നേതാവുമായ എ വാസുവേട്ടന്റെ സാന്നിധ്യം അണികൾക്ക് കൂടുതൽ ചൈതന്യം പകർന്നു. മുഖ്യ സ്വീകരണ കേന്ദ്രങ്ങളിൽ ദൃശ്യമായ സ്ത്രീ സാന്നിധ്യം പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടു. சோசியல் டெமோக்ராட்டிக் பார்ட்டி ஆஃப் இந்தியா இன்றைக்கு உருவாக வேண்டிய அவசியம் என்ன என்கிற ஒரு கேள்விக்கான பதிலைத்தான் நான் சொல்லிக் கொண்டிருக்கிறேன் சகோதரர்களே. இன்றைக்கு அரசியல் என்றாலே உருமாறி போய்விட்டது, ஒரு சாக்கடையாக மாறி போய்விட்டது. இந்தியாவுடைய அடிப்படை தத்துவங்கள் இன்றைக்கு தகர்க்கப்பட்டு விட்டன. இன்றைக்கு டெமோக்ரசி நிலுவையில் இல்லை, இந்த செகுலரிசம் இன்றைக்கு தகர்க்கப்பட்டு விட்டது. எனவே இந்தியாவுடைய இழந்த தத்துவங்களை மீட்டெடுக்க வேண்டிய பொறுப்பு நமக்கு இருக்கிறது. இந்த அடிப்படை காரணத்திற்காக வேண்டியதான் சோசியல் டெமோக்ராட்டிக் பார்ட்டி ஆஃப் இந்தியா என்கிற இந்த அரசியல் பேரியக்கத்தை இன்றைக்கு நாம் உருவாக்கி இருக்கிறோம் சகோதரர்களே. இன்றைக்கு சுதந்திர இந்தியாவில் வாழ்கிற அனைத்து சமூக மக்களுக்கும் அவர்களுக்கு உரிய பங்கீடு, உரிய வளர்ச்சி அவர்களுக்கு கொடுக்கப்பட வேண்டும் என்று மகாத்மா காந்தியும் நேருவும் கனவு கண்டார்களே. இந்தியாவில் வாழ்கிற முஸ்லிம்களுடைய நிலை என்ன, தலித்துகளுடைய நிலை என்ன என்று நாம் பார்க்கிற பொழுது சகோதரர்களே, சுதந்திரம் அடைந்து 62 ஆண்டுகளுக்கு பிறகு இந்தியாவில் வாழ்கிற 20%, 15லிருந்து 20% வாழ்கிற இந்த முஸ்லிம் சமுதாயத்தினுடைய நிலை தலித்துகளை விட, பழங்குடியின மக்களை விட, மலைகளில் வாழ்கிற மக்களை விட மோசமான ஒரு நிலையில் இந்தியாவில் இன்றைக்கு முஸ்லிம் சமுதாயம் வாழ்ந்து கொண்டிருக்கிறது. പറവൂരിൽ നിന്ന് വൈപ്പിൻ വഴി മട്ടാഞ്ചേരിയിലേക്ക് ജങ്കാർ വഴി ജാഥ പ്രവേശിച്ചത് മറ്റൊരു പുതുമയായി മാറി. നൂറോളം വരുന്ന ഇന്ത്യ രാജ്യത്തിലെ പട്ടാള ഭടന്മാരെ ജീവിക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മാവോയിസ്റ്റുകളും അതുപോലെ തന്നെ നക്സലിസ്റ്റുകളും ഒക്കെ വടിവെച്ച് കൊന്നത്, കൊലപ്പെടുത്തിയത് ദയനീയമായ കാഴ്ച നമ്മൾ കണ്ടു കഴിഞ്ഞു. സ്വാതന്ത്ര്യം ലഭിച്ച് ഞാൻ പറഞ്ഞു വന്നതുപോലെ 6 പതിറ്റാണ്ട് പിന്നിട്ട് ഈ രാജ്യത്തിന് എന്താണിത് സംഭവിക്കാനുണ്ടായ കാരണം? നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആളുകൾ പരിശോധിക്കണം. ഇന്ത്യയുടെ കണക്കനുസരിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തിൽ 20 കോടി വരുന്ന ആളുകൾ, ഇന്ത്യയിലെ 20 കോടി വരുന്ന ആളുകൾ ഇന്ന് ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാതെ പട്ടിണി പാപങ്ങളായി ഇന്ത്യ രാജ്യത്തിന്റെ തെരുവോരങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. Of Bangalore BBMP election, it is the victory of the people. Victory of the people, victory of the SDPI, people of not only Karnataka, people of all the states of our country. നിങ്ങളെ നോക്കിയിട്ട് ആരെങ്കിലും വർഗീയവാദികളാണ് എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. ഒരമ്മയുടെ ഒറ്റ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്ന മക്കളെ എല്ലാം ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിൽ വിഭജിച്ച് കഷ്ണങ്ങളാക്കുവാൻ ശ്രമിക്കുന്ന ആ സംഘപരിവാറുണ്ടല്ലോ, അവരെ നോക്കി നമ്മൾ വിളിക്കും വർഗീയവാദികളെന്ന്. बड़े बड़े फ्लाईओवर्स, बड़े बड़े शॉपिंग मॉल्स और बड़े बड़े जो है हाईवेज बनाकर ये कहा जा रहा है कि इंडिया शाइनिंग में है. इंडिया शाइनिंग इस तरीके से नहीं होता. हिंदुस्तान की मैक्सिमम पॉपुलेशन खरियों में है, देहातों में है, विलेजेस में है. उनको पानी नहीं है, उनको जो है रोजी रोटी नहीं है, उनको पक्का मकान नहीं है. वो जो है एक आइडेंटिटी कार्ड बनाने के लिए मजबूर हैं, एक राशन कार्ड बनाने के लिए मजबूर हैं. उनको जो है 2 बिंगी पानी पीने के लिए मैसर नहीं है. और फिर जो है बहुत छोटे छोटे वेजेस पर मजदूरी करने वाला तबका हिंदुस्तान के अंदर बहुत ज़्यादा तादाद में पाया जाता है. हिंदुस्तान में जो पॉलिटिक्स है वो पॉलिटिक्स ऐसी होनी चाहिए, बाय द पीपल, फॉर द पीपल और फ्रॉम द पीपल होना चाहिए. കൊച്ചിയിലും ആലുവയിലും മൂവാറ്റുപുഴയിലും മറ്റും ജാഥ രാഷ്ട്രീയ പ്രബുദ്ധതയുടെ പുതിയ ചരിത്രം സൃഷ്ടിച്ചാണ് കടന്നുപോയത്. ആർത്തലച്ചു പെയ്ത പേമാരിയെ വെല്ലുന്നതായിരുന്നു തൊടുപുഴയിലെ ആവേശത്തിമിർപ്പ്. എരുമേലി വാവർ പള്ളിക്കടുത്തു പോലും ഉജ്ജ്വലമായ സ്വീകരണത്തോടെയാണ് ജനം ജാഥയെ വരവേറ്റത്. India is the most developed country in the world, but many citizens still could not get one day meals.
they are taking only a spare meals. So that is why we want to make a new India of equal rights. That is why Social Democratic Party of India is going on such type of movements throughout the Indians. So I am from hard northeast of India is coming here to join you all for these struggles for the betterment of Indian future. വലുതും ചെറുതുമായ പാതകൾ താണ്ടി തീരങ്ങളെ തഴുകി കൊച്ചു കൊച്ചു പട്ടണങ്ങളിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ സന്ദേശങ്ങൾ പകർന്ന് ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് ജനകേരള യാത്ര പ്രയാണം തുടർന്നു. आज देश में जो पार्टियां दावे जो कर रही है वो दावे उनके झूठे साबित हो रहे हैं और वो जो कुछ भी कर रही है आज उसके वजह से देश के अंदर विषमता बढ़ रही है, गरीब गरीब होता जा रहा है, अमीर अमीर होता जा रहा है, देश में करप्शन बढ़ रहा है, देश में दंगे और फसाद बढ़ रहे हैं, देश में जुल्म बढ़ रहा है और देश में एक ऐसी ब्यूरोक्रेसी आ गई है जो कि कुछ काम करके नहीं देती. Dalits and Adivasis, though there are several laws, in spite of the several laws, Dalits and Adivasis, they are in the same condition as they were before. Because even in so many villages, they are prohibited to walk on the roads where upper class people live. If they are unable to prevent them from crossing that street, the upper class people, they install some temple, some sort of temple, and prevent them that you people should not come in this, should not walk on this road, walk on this street, because of the temple, because they prohibit them from even walking. They don't have even the right to walk on all streets of India. कि हमें एक ऐसी पार्टी चाहिए, हमें एक ऐसी पार्टी चाहिए जो माइनॉरिटीज के प्रॉब्लम को समझे, दबे कुचले तबकात, जो गरीब दलित जिनके साथ एट्रोसिटीज किया जा रहा है, उनकी प्रॉब्लम को समझे और इस स्टेट ने फिर एक नया रास्ता दिखाया हिंदुस्तान को और कहा सोशल डेमोक्रेटिक पार्टी ऑफ इंडिया एक ऐसी पार्टी बनेगी जो सारे देश में माइनॉरिटीज और दलित तबका का एक ऐसा इत्तेहाद होगा जो हिंदुस्तान को नया रास्ता दिखाएगा, जो हिंदुस्तान को जुल्म से बचाएगा, जो हिंदुस्तान को एट्रोसिटीज से बचाएगा, जो हिंदुस्तान में एक नया रास्ता दिखाएगा. 54% population, but agricultural labor, they are 71%. I question where Muslims, Scheduled Caste tribe are 54%, why they are 71% in agricultural labor. Scheduled Caste, Scheduled tribe, Muslims, OBC, total agricultural labor 93% from Scheduled Caste, Scheduled tribe and OBC and Muslim leaders. In West Bengal, there are 6% tribal population. In medical and engineering courses, 6% seats are reserved for Scheduled tribe. But last 7 years, result tells us less than 1% seats has been occupied by tribals. നമ്മുടെ രാഷ്ട്രീയ പാർട്ടിക്കാരെ മനസ്സിലാക്കാൻ വലിയ അഖിലേന്ത്യാ അന്തർലോക കാര്യമൊന്നും പറയേണ്ടതില്ല, തുച്ഛമായ നമ്മുടെ പ്രാദേശിക കാര്യം പറഞ്ഞാൽ പോരെ. തിരുവനന്തപുരത്തൊരു കൊട്ടാരമുണ്ട്, കോവളം കൊട്ടാരം. ആ കോവളം കൊട്ടാരം ആദ്യം വാങ്ങിയത് ഗൾഫാർ മുഹമ്മദ് അലിയാണ്. അപ്പോൾ ആ കോവളം കൊട്ടാരം സ്വകാര്യവൽക്കരിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് ആദ്യമായി സമരം നടത്തിയത് ഡിവൈഎഫ്ഐക്കാരാണ്. പിന്നെ പുറകിൽ യുവമോർച്ചാക്കാരും സമര ആഭാസം തീർത്തു. നിരന്തരമായ സമരമായിരുന്നു.
അങ്ങനെ സമരം സഹിക്കവയ്യാതെ ഈ കൊട്ടാരം ഗൾഫാർ മുഹമ്മദ് അലി ലീല ഗ്രൂപ്പിന് ഒരു നായർ സെറ്റിൽമെന്റിന് കൈമാറി. അതോടെ സമരവും അവസാനിച്ചു. ഇതാണ് കേരളം. ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ഒരുപക്ഷെ ഈ രാജ്യത്തെ പട്ടികജാതിക്കാരനും ആദിവാസികൾക്കും ദളിതനും മുസ്ലിങ്ങളും ഈ ഇന്ത്യ രാജ്യത്തൊരു സ്വാതന്ത്ര്യമുണ്ടോ? ആ സ്വാതന്ത്ര്യത്തിൻ്റെ കീഴിൽ ഒരിക്കലെങ്കിലും ജീവിക്കുവാൻ ഈ വിഭാഗത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? അതിനിവിടുത്തെ രാഷ്ട്രീയ മേലാക്കന്മാർ അവസരം കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് ഒരാത്മപരിശോധന നടത്തുവാൻ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തയ്യാറാകണം. കാലാകാലങ്ങളായി വീർപ്പുമുട്ടി നിന്ന ഒരു പുതിയ ആശയത്തിന് വേണ്ടി, ഒരു പുതിയ രാഷ്ട്രീയ സമവാക്യത്തിന് വേണ്ടി ഈ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സിൽ ഉദയം കൊണ്ട വിപ്ലവാത്മകരമായ ഒരു മാറ്റത്തിൻ്റെ മുന്നോടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. ബാൻഡ് വാദ്യങ്ങളും കോൽക്കളിയും അതാത് പ്രദേശങ്ങളിലെ നാടൻ കലാരൂപങ്ങളുടെ സാന്നിധ്യവും കോരിത്തെരിപ്പിക്കുന്ന രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ഉജ്ജ്വലമായ പുതുരാഷ്ട്രീയ ശക്തി വിളിച്ചോതുന്നതായിരുന്നു SDPIയുടെ കോട്ടയത്തെ അരങ്ങേറ്റം. ആലപ്പുഴയുടെ മനസ്സ് കീഴടക്കി കൊല്ലത്തുകൂടി ജാഥ തലസ്ഥാന നഗരിയിലേക്ക് കാലുകുത്തി. കേരളനാടിന്റെ വിരിമാറിലൂടെയുള്ള ജൈത്രയാത്രയുടെ വിജയകരമായ പരിസമാപ്തി തിരുവിതാംകൂറിന്റെ ഭരണസ്ഥിരാ കേന്ദ്രങ്ങളിൽ ഞെട്ടലുണ്ടാക്കി. ജനകേരള യാത്രയ്ക്ക് പാങ്ങോട്ട് അഭിവാദ്യമർപ്പിക്കാനെത്തിയ കൊച്ചു കുഞ്ഞുങ്ങളും തലസ്ഥാന നഗരിയിലെ പടുകൂറ്റൻ റാലിക്ക് കൊഴുപ്പേകിയ കോൽക്കളിയും ദഫുമുട്ടും ചെണ്ടമേളങ്ങളും നവരാഷ്ട്രീയ കക്ഷിയുടെ ഉദയം പ്രോജ്വലമാക്കുന്നതായിരുന്നു. തിരുവനന്തപുരം നഗരത്തെ അക്ഷരാർത്ഥത്തിൽ സ്തംഭിപ്പിക്കുകയും ചരിത്ര സ്മരണകൾ തട്ടിയുണർത്തുകയും ചെയ്ത പടുകൂറ്റൻ റാലിയോടെയായിരുന്നു അലമാലകൾ കണക്കെ ആർത്തലച്ച ജാഥയുടെ സമാപനം.
മാറ്റാൻ വീതിയേറ്റാൻ സഹോദര്യം ഏകത്വം. ജനകേരള യാത്ര ജനസാഗരമായി വെട്ടിമുറിച്ച കോട്ടയിൽ നിരനിരയായി എത്തിച്ചേർന്നതോടെ വിസ്മയത്തിന്റെ ആർത്തിരമ്പലുകളാണ് ഉയർന്നത്. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇവിടെ കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത് പുതിയ ചില ആശയങ്ങളും ദലിത് പിന്നാക്ക ജനവിഭാഗങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനുള്ള മുദ്രാവാക്യവുമായി രംഗത്ത് വന്നപ്പോൾ ഈ പാർട്ടിക്ക് ഒരിക്കലും പ്രസക്തിയില്ല എന്ന് പ്രവചിച്ച, കേരളത്തിൽ ഒരു പെരുവിരൽ കുത്തി നിൽക്കാൻ പോലുമുള്ള സ്ഥലം കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ ബാക്കിയില്ല എന്ന് പറഞ്ഞ ആളുകളോട് കേരളത്തിൻ്റെ മണ്ണിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പെരുവിരലല്ല 2 കാൽപാദങ്ങളും വെച്ച് ഇരുപ്പുറപ്പിച്ചിരിക്കുന്നുവെന്നാണ് എനിക്ക് ഈ പ്രവർത്തകന്മാരെ സാക്ഷി നിർത്തി പറയാനുള്ളത്. ഇവിടെ യാതൊരുവിധ സോവറിനിറ്റിയുമില്ല, പരമാധികാരവുമില്ല. അധികാരമൊക്കെ തന്നെ മറ്റ് വൈദേശിക ശക്തികളുടെ കൈകളിലാണ്, മൂലധന ശക്തികളുടെ കൈകളിലാണ്. ഇവരാണ് ഇവിടെ രാജ്യം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. കോടികളും 1 ലക്ഷം കോടികളും ആസ്തിയുള്ള ആളുകളാണ് ഈ രാജ്യം അതിൻ്റെ അജണ്ടകൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിർണ്ണയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എങ്ങനെ പരമാധികാരമുണ്ടെന്ന് പറയാൻ സാധിക്കും? അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒക്കെ തന്നെ ബന്ധങ്ങൾ അവർക്ക് വേണ്ടിയല്ലേ ഈ ദളിതുകളെയും ആദിവാസികളെയും മുസ്ലിങ്ങളെയും ഒക്കെ തന്നെ കൂട്ടം കൂട്ടമായി കുടിയൊഴിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്? തങ്ങളുടെ സ്വന്തം ഭൂപ്രദേശങ്ങളിൽ നിന്ന് ആട്ടിയോടിക്കുകയാണ്. അവരുടെ ജീവൽ പ്രശ്നങ്ങൾക്ക് നേരെ മുഖം തിരിഞ്ഞിരിക്കുകയാണ് സർക്കാരുകൾ. അത് കേരള സർക്കാർ ആയാലും കേന്ദ്ര സർക്കാർ ആയാലും ഒക്കെ തന്നെ. ഇവിടെ കേരളത്തിൽ പോലും മന്ത്രിമാര് സ്പെഷ്യൽ ഇക്കണോമിക് സോണിലൊക്കെ തന്നെ യാതൊരുവിധ പ്രത്യേക സാമ്പത്തിക മേഖലകൾ അതിനൊന്നും തന്നെ യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ അനുമതി നൽകുകയാണ്. നമ്മുടെ വ്യവസായ മന്ത്രി പറയുകയുണ്ട്, യാതൊരു തടസ്സവുമില്ലായിരുന്നില്ല ഇത്തരം മേഖലകൾക്ക് അനുമതി നൽകാൻ. ഈ പാവങ്ങളെ, ദരിദ്രരെ, നിരാലംബരെ ആട്ടിയോടിപ്പിച്ചുകൊണ്ട് കുടിയൊഴിപ്പിച്ചുകൊണ്ടാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ പരിദേവനങ്ങൾക്ക് മുഖവില കൊടുക്കുന്നില്ല. വ്യവസായത്തിൻ്റെയും വികസനത്തിൻ്റെയും വികലമായ സങ്കല്പങ്ങളുമായിട്ടാണ് ഇത്തരക്കാർ രംഗത്ത് വരുന്നത്. അതുകൊണ്ടാണല്ലോ കേരളത്തിലെ മന്ത്രി ചോദിച്ചിട്ടുള്ളത്, എങ്ങനെ തെങ്ങിൻ്റെ മണ്ടയിൽ വികസനം വളരുമെന്നാണ് ചോദിക്കുന്നത്. അവർക്ക് കാർഷിക വിഭവങ്ങളെ സംബന്ധിച്ച് ചിന്തയില്ല. വ്യവസായങ്ങൾ ഇതൊക്കെ തന്നെ ആക്രാന്തത്തിൻ്റെയും ആർത്തിയുടെയും ത്വരയുടെയും ഭാഗമാണിത്. സ്വന്തം സാമ്രാജ്യം, സ്വന്തം ശക്തി പോഷിപ്പിക്കാൻ വേണ്ടി, സ്വന്തം സമ്പൽ മേഖല വികസിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമായ താല്പര്യങ്ങളാണിത്. പാവങ്ങളെ സംബന്ധിച്ച് ചിന്തയില്ല. ഇത് കേന്ദ്രത്തിലെ കാര്യം പറയേണ്ടില്ല, കേരളത്തിലെ മന്ത്രിമാരുടെ അവസ്ഥ പോലും ഇതാണ്. കുതിച്ചുയരുന്ന വിലക്കയറ്റത്തെ സംബന്ധിച്ച് സംവദിക്കാൻ ഇവർക്ക് എവിടെ സമയം? BPL സംബന്ധിച്ച് ചിന്തിക്കാൻ നേരമില്ല. ഇവർക്കൊക്കെ തന്നെ IPL സംബന്ധിച്ചാണ് ചർച്ച. IPL ആണ് ഇവരുടെ ചിന്ത. IPL കൊണ്ട് ഒരു സമൂഹത്തിനെ സമ്പന്ന പക്ഷത്തിന്റെ കൂടെ നിന്നുകൊണ്ട് എത്രമാത്രം തങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുമെന്നാണ് ആലോചിക്കുന്നത്. അതുകൊണ്ടാണ് ബിലോ പോവർട്ടി ലൈനിലുള്ള ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള കീഴെയുള്ള ജനങ്ങളുടെ അടിസ്ഥാന ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങളെ പോലും അവർക്ക് ആലോചിക്കാൻ സമയമില്ല, നേരം എവിടെ? ഇത് ഒരു പുതിയ പാർട്ടിയാണ്. ഈ പുതിയ പാർട്ടി കഴിഞ്ഞ 63 വർഷത്തെ പൊളിച്ചെഴുതാൻ വേണ്ടി ജനിച്ചിട്ടുള്ള പാർട്ടിയാണ്. കഴിഞ്ഞ 63 വർഷക്കാലത്തെ അടിമത്തത്തെ നിരാകരിക്കുന്ന പാർട്ടിയാണ്. ദളിതുകൾ ഇന്നും വിവേചനത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നു. മുസ്ലിങ്ങൾക്ക് അധികാരത്തിലേക്ക് അടുക്കാൻ സാധിക്കുന്നില്ല. തമിഴ്നാട്ടിലെ ഉത്തപ്പപുരം എന്ന സ്ഥലത്ത് ഒരു സവർണന്മാരൊരു മതിൽ കെട്ടിയിരിക്കുന്നു, ഒരു അവർണ മതിൽ എന്ന് വെച്ചാൽ അവർണരെ കാണാൻ പറ്റാത്ത വിധത്തിൽ ഒരു മതിൽ കെട്ടിയിരിക്കുന്നു. ഞങ്ങൾക്ക് അവരെ കാണാൻ പറ്റില്ല. ഐത്തത്തിൻ്റെ മതിൽ വന്നിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, ഗുജറാത്തിൽ 1589 ഗ്രാമങ്ങളിൽ
ചില സന്നദ്ധ സംഘടനകൾ നടത്തിയിട്ടുള്ള പഠനത്തിൽ ചില കാര്യങ്ങൾ വ്യക്തമാക്കുകയുണ്ടായി. എന്താണത്? ഈ പലയിടങ്ങളിലും പഞ്ചായത്ത് പ്രസിഡന്റുമാർ ദളിതുകളായിരിക്കും, മെമ്പർമാർ സവർണരായിരിക്കും, ബ്രാഹ്മണന്മാരായിരിക്കും. ഈ ബ്രാഹ്മണന്മാരുടെ അടുത്ത് ദളിത് സഹോദരന് ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സവർണർ കസാരകളിലും ദളിതനായ പഞ്ചായത്ത് പ്രസിഡന്റ് നിലത്തും ഇരിക്കുന്ന, തറയിലും ഇരിക്കുന്ന സാഹചര്യം ഇന്ത്യ രാജ്യത്ത് മോഡിയുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ശ്രീകൃഷ്ണ കമ്മീഷൻ 1992 നിയമിതമായ ശ്രീകൃഷ്ണ കമ്മീഷൻ ബോംബെയിൽ നടന്ന കലാപത്തിന് ഉത്തരവാദിത്വം ശിവസേനയുടെ താക്കറേക്കും അതുപോലുള്ള ആളുകളുടെ മേലും ചുമത്തി. കൊല്ലം എത്ര കഴിഞ്ഞു? ഇത്രയും കാലമായിട്ട് 18 വർഷത്തിനിടയിൽ ഒരര ദിവസമെങ്കിലും നമ്മുടെ ശിവസേനയുടെ നേതാവ് ബാൽ താക്കറെ അര ദിവസമെങ്കിലും ജയിലിൽ കഴിഞ്ഞോ? എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ആരാണ് ഇതിന് ഉത്തരവാദി? BJP ഭരിച്ചിരുന്നു അവിടെ. എന്നാൽ ഇപ്പോൾ ഭരിക്കുന്നത് ആരാണ്? കഴിഞ്ഞ 5 വർഷം ഭരിച്ചതാരാണ്? ഇപ്പോൾ ഭരിക്കുന്നതാണ്. എന്താ കോൺഗ്രസിന് മുട്ടുവിറക്കുന്നത്? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. എന്താണ് മുസ്ലിങ്ങളുടെ പ്രശ്നം വരുമ്പോൾ, നീതിയുടെ പ്രശ്നം വരുമ്പോൾ, മറ്റുള്ളവരുടെ മറ്റ് സവർണ വിഭാഗങ്ങളുടെ പ്രശ്നം വരുമ്പോൾ എന്താണ് ഈ രക്തത്താപ്പ്? എന്തുകൊണ്ടാണ് മുട്ടിവിറക്കുന്നത്? ഈ ചോദ്യത്തിനാണ് നമുക്ക് ഉത്തരം കിട്ടേണ്ടത്. അതിൻ്റെ ഉത്തരമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. നിങ്ങൾക്കറിയാം, നിങ്ങൾ പറയുന്നു ലിബർഹാൻ കമ്മീഷൻ ബാബരി മസ്ജിദ് സംബന്ധമായി പറയുന്നു. ബാബരി മസ്ജിദ് തകർത്തിട്ട് എത്ര വർഷമായി? ഏതെങ്കിലും ഒരാൾ ആ കാര്യത്തിൽ ഇതേവരെ ഒരു വിചാരണ നേരിടുകയുണ്ടായിട്ടുണ്ടോ? പക്ഷേ നിങ്ങൾ നോക്കൂ, അക്ഷർധാം ക്ഷേത്രം ഏതാനും ചില ആളുകൾ അതിന് ബോംബ് വെക്കുകയുണ്ടായി, തകർക്കുകയുണ്ടായി. നമ്മൾ അതിനെ ന്യായീകരിക്കാൻ പോകുന്നില്ല. നമ്മളിവിടെ പേടിച്ചിട്ടൊന്നുമല്ല ന്യായീകരിക്കുന്നില്ല എന്ന് പറയുന്നത്. നമുക്ക് ന്യായീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ്. അല്ലാതെ ഈ RSSകാരെ അതുപോലെ മറ്റുള്ളവരെ പേടിച്ചിട്ടൊന്നുമല്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അത് ഒരു ക്ഷേത്രം തകർക്കുന്നത്, ഒരു പള്ളി തകർക്കുന്നത്, ഒരു ചർച്ച് തകർക്കുന്നത് ഒരു മാന്യമായ സംഗതിയല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ടാണ് നമ്മൾ അതിനെ. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, അക്ഷർധാം ക്ഷേത്രം തകർച്ച് 1 വർഷത്തിനുള്ളിൽ വിധി വന്നു. 5 പേരെ തൂക്കിലേറ്റാൻ വിധിച്ചു. ബാക്കി കുറേ ആളുകൾക്ക് ജീവപര്യന്തം വിളിച്ചു. അങ്ങനെ ഭയങ്കരമായ വിധി വന്നു. എത്ര സ്പീഡിലാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്! എന്തുകൊണ്ടാണ് അവിടെ സ്പീഡ്? എന്തുകൊണ്ടാണ് ഇവിടെ സ്പീഡില്ലാത്തത്? இன்னும் இந்த அடித்தட்டு மக்கள், சப்ரசிடென்ட் டிப்ரசிடென்ட் சொல்லக்கூடிய அடித்தட்டு மக்கள், ஒடுக்கப்பட்ட மக்கள், தாழ்த்தப்பட்ட மக்கள், பிற்படுத்தப்பட்ட மக்கள், மிக பிற்படுத்தப்பட்ட மக்கள், மைனாரிட்டி மக்கள், முஸ்லீம் மக்கள், கிறிஸ்துவ மக்கள், இப்படி ஒடுக்கப்பட்ட மக்கள் எல்லாம் இன்னும் தாழ்ந்துதான் கிடக்கிறார்கள். அவர்களை கை தூக்கி விடுவது, அவர் வாழ்வில் ஒளியேற்றுவது என்பதற்காக பிறந்திருக்கின்ற பச்சிலம் குழந்தையாக இருக்கக்கூடிய SDPI கட்சி வளர வேண்டும். அதன் மூலமாக மக்கள் வாழ்வு பெற வேண்டும். ஏனென்றால் நான் அரசியல் கட்சிகளை சார்ந்து இருந்தாலும் கூட நான் பிறந்த புதுச்சேரி மாநிலத்தில் அங்கே இருக்கக்கூடிய என்னை சார்ந்த மீனவ மக்களுக்கு மட்டுமல்ல, அனைத்து தலித் மக்களுக்கும், ஒடுக்கப்பட்ட மக்களுக்கும், ஆதிவாசி மக்களுக்கும், பிற்படுத்தப்பட்ட மக்களுக்கும், உழைப்பாளி வர்க்கத்துக்காக நீண்ட காலமாக பணியாற்றி கொண்டிருப்பவன். ஒரு 20 ஆண்டு காலம் பத்திரிகை துறையில் பணியாற்றி அதற்கு பிறகு இந்த சமூக பணியில் என்னை ஈடுபடுத்திக் கொண்டவன் என்ற முறையில் சமூக நீதியில் நாட்டம் கொண்டவன். சமூக நீதி, சோசியல் ஜஸ்டிஸ் என்று சொன்னால் அது மக்களுக்கான നീതി. വഴിയരികിൽ ആവേശപൂർവം സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ജനസാമാന്യം കാത്തു നിൽക്കുകയായിരുന്നു. സ്വീകരണ വേളകളിൽ, സമാപന സമ്മേളനങ്ങളിൽ എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾ SDPIയിൽ അംഗത്വം സ്വീകരിച്ചുകൊണ്ട് ഇതിലേക്ക് കടന്നു വരികയായിരുന്നു എന്നവർ പറയുന്നു. ആദിവാസികളും പിന്നാക്കക്കാരും ദളിതുകളുമൊക്കെ അവരുടെ പരമ്പരാഗതമായ ആഹ്ലാദ പ്രകടനത്തിൻ്റെ സങ്കേതങ്ങളുടെ അകമ്പടിയോടുകൂടിയായിരുന്നു ഈ ജാഥയെ എതിരേറ്റത് എന്ന് നാം അറിയുന്നു. അത്യുഷ്ണത്തെ വകവെക്കാതെ ഇടയ്ക്ക് വന്ന വേനൽ മഴയെ അവഗണിച്ചുകൊണ്ട് ആബാലവൃതം ജനങ്ങൾ ഈ യാത്ര, ഈ നവജാത ശിശു മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യങ്ങളെ നെഞ്ചിലേറ്റുന്നതിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്ന് നമ്മൾ അറിയുന്നു. അത് പക്ഷേ മാധ്യമങ്ങളിലൂടെയല്ല. ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ച സഹോദരൻ മറ്റൊരു വേദിയിൽ പറയുകയുണ്ടായി, ഈ സംഭവങ്ങൾ ഇന്നൊരു വാർത്തയല്ല, ഇതൊരു അനുഭവമായിരിക്കുന്നു എന്ന്. ഒരു അനുഭവമായി നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി ഇവിടുത്തെ
വാർത്താ മാധ്യമങ്ങൾക്ക് ഇനി അധികകാലം കണ്ണടച്ചിരുട്ടാക്കാൻ സാധിക്കുകയില്ല എന്ന സന്ദേശമാണ് അത് നൽകുന്നത്. ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് അങ്ങനെ എളുപ്പത്തിൽ എഴുതി തള്ളിക്കളയാൻ കഴിയുന്ന ഒരു പാർട്ടിയല്ല SDP എന്നാണ് നമ്മൾ ബോധ്യപ്പെടുത്തുന്നത്. എനിക്ക് അഭിമാനിക്കാൻ ഇപ്പോൾ തോന്നുന്നത് ഈ കേരളത്തിൽ ഏതെല്ലാം പ്രസ്ഥാനങ്ങൾ, ഏതെല്ലാം പാർട്ടികൾ ഈ രാജ്യത്ത് ദളിതുകളെയും മതസ്ഥരെയും പാർട്ടിയായി മുന്നോട്ട് വന്നിട്ടുണ്ടോ അവരൊക്കെ തന്നെയും ഈ രാജ്യത്ത് അധിഷ്ഠിത ജനവിഭാഗങ്ങളെ വോട്ട് ബാങ്കുകളാക്കി മാറ്റി നിർത്തുമ്പോൾ, സമൂഹത്തിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോൾ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ജാഥ നയിക്കുവാൻ ഒരു ദളിതനായ എന്നെ തെരഞ്ഞെടുത്തൽ ഞാൻ ആദ്യമേ തന്നെ അഭിമാനിക്കുന്നു. മറ്റൊന്ന്, ഇവിടെ CPM ഉൾപ്പെടെയുള്ള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയ ഒരു ജാഥ പോലെ ആയിരുന്നില്ല നമ്മുടേത്. ഞാൻ പറയുന്നത് നമ്മുടെ ഓരോ പാർട്ടി പ്രവർത്തകനും അഭിമാനിക്കാൻ വകയുള്ള ജാഥ എന്ന് ഞാൻ സൂചിപ്പിക്കുന്നത് ഒരു സാമ്രാജ്യത്വ കുത്തകളുടെയും ഒറ്റ ചില്ലിക്കാശ് പോലും വാങ്ങാതെയാണ് നമ്മൾ ഈ പറഞ്ഞ ജാഥ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെ ഈ ജാഥയിൽ നമുക്ക് കിട്ടിയ നൂറുകണക്കിന് നിവേദനങ്ങളെ നിഷ്പക്ഷമായി കൈകാര്യം ചെയ്യാനുള്ള ആർജവം SDP-യുടെ നേതൃത്വത്തിനുണ്ട് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രാത്രി 9 മണിക്ക് നമ്മൾ കണ്ണൂരിലൂടെ പ്രകടനം നടത്തി പോകുന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുവാൻ കടന്നു വന്നത് ഈ രാജ്യത്തെ കേരളത്തിലെ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണനും പട്ടികജാതി ക്ഷേമ വകുപ്പ് മന്ത്രി AK ബാലനും നയിച്ചുകൊണ്ടിരുന്ന ആദിവാസി ക്ഷേമ സമര സമ്മേളനത്തിൽ നിന്ന് നിരവധി ആദിവാസി സുഹൃത്തുക്കളൊന്ന് അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് കടന്നുപോയത്. നമുക്ക് അഭിമാനിക്കാൻ വകയുണ്ട്. നമ്മളോടൊപ്പം ഇതാ ഈ രാജ്യത്ത് അടിച്ചമർത്തപ്പെട്ട് ജനം നിൽക്കുന്നു. SDP-യുടെ ജാഥ വയനാട് ജില്ലയിലേക്ക് കടന്നു വന്ന അന്നാണ് ആദിവാസി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ തന്നെ കുറച്ച് ആദിവാസികളെയും കൊണ്ടൊരു പൊറാട്ട് നാടകം CPM നടത്തിയത്. 8 ഏക്കർ വരുന്ന വയനാട് ജില്ലയിലെ റവന്യൂ പുറംപോക്കിലേക്ക് ആദിവാസികൾ പണ്ടുമോ ഉപേക്ഷിച്ചു പോയ മട്ടക്കുന്നുകളിലേക്ക് ആദിവാസികൾക്ക് ഭൂമി കൊടുക്കാമെന്ന കബളിപ്പിക്കലുമായി ഒരു പൊറാട്ട് നാടകം CPM നടത്തി. ഞങ്ങൾ അവിടെ വെച്ച് ചോദിച്ചത്, CPM-നോട് ചോദിച്ചത്, ഈ രാജ്യത്തെ കേരളത്തിൻ്റെ 3% വരുന്ന ഭൂമി കൈയടക്കി വച്ചിരിക്കുന്ന ഹാരിസൺ മലയാളത്തിനും ടാറ്റയ്ക്കും ബിലീവേഴ്സ് ചർച്ച് ഓഫ് ഇന്ത്യയുടെ അധികാരിയായ KP യോഹന്നാൻ എന്ന് പറയുന്ന വ്യക്തിത്വമെല്ലാം 3% ഭൂമി സ്വന്തമായി കൈവശം വച്ചിരിക്കുമ്പോൾ അവിടെ വയനാട് ജില്ലയിൽ ഹാരിസൺ ഗ്രൂപ്പിന് മാത്രം 18,799.96 ഏക്കർ ഭൂമിയാണുള്ളത്. അതിലേക്ക് കൊടികുത്തുവാൻ എന്തുകൊണ്ട് CPM ആർജവം കാട്ടിയില്ല എന്നാണ് ഞങ്ങൾ സാറിനോട് ചോദിച്ചത്. വിശന്നു കൂട്ടത്തോടുകൂടി കരയുന്നവരെ അല്ലെങ്കിൽ ഭയന്ന് കരയുന്നവരെ ഭരണാധികാരി വർഗം വിളിക്കുന്ന പേരുകളാണ് തീവ്രവാദികളെന്നും ദളിത് തീവ്രവാദിയെന്നും. ഈ ദളിത് തീവ്രവാദി അടുത്ത കാലത്തുണ്ടായതാണ്. കാരണം ഒരു ദളിതൻ എവിടെയോ ഒരു ചെറിയ വിഷയം അത് ദളിതനാണെന്ന് തറപ്പിച്ച് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു കാലത്തും പ്രതികരിക്കരുതെന്ന് വിചാരിച്ചിരുന്ന ഒരു ജനത പ്രതികരിക്കുമെന്ന് കണ്ടപ്പോൾ തന്നെ അവനെ ദളിത് തീവ്രവാദി എന്ന് പെട്ടെന്ന് പേരിട്ടെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇവിടുത്തെ ഭരണാധികാരി മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ ഭയപ്പെടുന്നത് ദളിതരെയാണ് അവർ ഭയപ്പെടുന്നത്. കാരണം അവൻ നൂറ്റാണ്ടുകളായി സഹിച്ച് ക്ഷമിച്ച് ഗതികെട്ടി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അവൻ ഉണർന്നാൽ തടയാൻ ആയുധമില്ല. അവൻ ഉണർന്നു കഴിഞ്ഞാൽ ഇവനെ തടയാൻ ആയുധമില്ലാത്തത് കൊണ്ടാണ് ദളിത് തീവ്രവാദത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് പെട്ടെന്ന് പ്രചരിപ്പിക്കുന്നത്. ഇത് കേരളത്തിലുണ്ടായ തീവ്രവാദമാണ്. ഇത് കേരളത്തിൽ പുറപ്പെട്ട തീവ്രവാദ ദളിത് തീവ്രവാദം. മറ്റുള്ള തീവ്രവാദങ്ങളെല്ലാം കേരളത്തിന് പുറത്താണ്. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം തീവ്രവാദത്തിലേക്ക് കടന്നു പോകാനല്ല. ഈ വിശപ്പെന്ന് പറയുന്ന ഒരു ദളിത് വിഭാഗത്തിനും മുസ്ലിങ്ങൾക്കുമാണെന്നാണ് ഈ യാഥയിലുടനീളം പറയുന്നത്. പക്ഷേ ഈ 2 മുദ്രാവാക്യം കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഇത് തന്നെയാണ് കഴിഞ്ഞ 1000 ദിവസങ്ങളായി വിശപ്പിൻ്റെ വിളിപാടുമായി അതൊന്ന് ശമിപ്പിക്കുന്നതിന് വേണ്ടി ചെങ്ങറയിൽ ഞാൻ തുടങ്ങി വെച്ച സമരം. 10 മാസം 3 ദിവസം മാത്രം പ്രായമായ ഒരു കുഞ്ഞ് നിലത്ത് കിടന്ന് ഉരുളേണ്ട സമയത്ത് കഴിഞ്ഞ ഏപ്രിൽ 2-ാം തീയതി കാസർഗോഡ് നിന്നും കേരളത്തിൻ്റെ ബിരിമാറിലൂടെ ഓടിയെത്തി കേരളത്തിൻ്റെ ഭരണശിരാ കേന്ദ്രത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞു എങ്കിൽ ഈ കുട്ടിയുടെ 2-ാമത്തെ വയസ്സിൽ ഈ പാർട്ടി കേരള നിയമസഭാ പ്രവേശനം നടത്തുമെന്ന് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ കഴിയും. സുഹൃത്തുക്കളെ, സമാജ്വാദി പാർട്ടി
വനിതാ സംവരണ ബില്ലിൽ എടുത്ത നിലപാടിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച രാഷ്ട്രീയ പ്രസ്ഥാനമാണ് SDPI. വനിതാ സംവരണ ബില്ലിന് സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എതിരല്ല. പക്ഷേ ഈ രണ്ട് പാർട്ടികളും പറയുന്നത് വനിതാ സംവരണ ബില്ലിനകത്ത് ഒരു ഉപസംവരണം ഉണ്ടാവണം. എന്തുകൊണ്ട്? വനിതാ സംവരണ ബിൽ ഇതേപടി പാസ്സായാൽ 33% വനിതകൾ, എനിക്ക് മുമ്പ് സംസാരിച്ച മുഴുവൻ പ്രാസംഗികരും സൂചിപ്പിച്ചതുപോലെ സവർണ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളെ മാത്രം തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു അവസരമായി ഈ വനിതാ ബിൽ മാറുമെന്നത് കൊണ്ട് തന്നെയാണ് ഈ രണ്ട് പാർട്ടികളും അതിനകത്ത് ഉപസംവരണം വേണം എന്ന് പറയുന്നത്. ഒരു പ്രതീക്ഷ നിങ്ങളിൽ ഞങ്ങൾ അർപ്പിക്കുന്നു, ഇവിടുത്തെ അടിസ്ഥാന വർഗങ്ങൾ അർപ്പിക്കുന്നു. കാരണം ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും യാഥാർത്ഥ്യങ്ങൾ, ഇന്ത്യയുടെ സ്പന്ദനങ്ങളുടെയും യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ കടന്നെത്തിയ ഈ മഹാസംരംഭത്തെ ഞാനും എൻ്റെ സമൂഹവും അവരെ ഉൾക്കൊള്ളുന്നു. അവർ ഞങ്ങളെ ആശ്ലേഷിക്കാൻ വരുന്നു, നിങ്ങൾ ഞങ്ങളുടെ സഹോദരങ്ങളാണെന്ന് പറയുന്നു. ഞങ്ങളത് മുഖവിലേക്ക് എടുക്കുന്നു. ദളിത് സമൂഹത്തെയും തീവ്രവാദികളെന്ന് വിളിച്ച് ആരോപിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളും അതുപോലെ തന്നെ TV ചാനലുകളും ഇവിടുത്തെ ഭരണകൂടവും എല്ലാം മുന്നോട്ട് വന്നപ്പോൾ നമ്മളെ സഹായിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ മനുഷ്യാവകാശ സംഘടന പ്രവർത്തനമായ പോപ്പുലർ ഫണ്ടിൻ്റെയും അതുപോലെ തന്നെ SDPIയുടെയും സഹായം നമുക്കുണ്ടായി എന്നുള്ളത് ഈ അവസ്ഥയിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. DHRM ചെയ്ത ഒരു തെറ്റ് ദളിത് സമൂഹത്തെ ജാതി സംസ്കാരത്തിൽ നിന്നും മോചിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം കേരളത്തിലെ ചെറുതും വലുതുമായിട്ടുള്ള 25,000 കോളനികളിലും രാഷ്ട്രീയ ചൂഷണത്തെക്കുറിച്ചും ലൈംഗിക ചൂഷണത്തെക്കുറിച്ചും അന്ധവിശ്വാസങ്ങൾക്കെതിരെയും സംസാരിച്ചുകൊണ്ട് ഓരോ ദളിത് കുടുംബങ്ങളിലും അവർക്കൊപ്പം അവരുടെ ഒരാളായി മാറി നിന്നുകൊണ്ട് അവരുടെ ഈ സമൂഹത്തിൽ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രവർത്തനം ചെയ്തു എന്നുള്ളതാണ് DHRM ചെയ്ത തെറ്റ്. കേവലം ഒരു കൊലപാതക കുറ്റം ആരോപിച്ചുകൊണ്ട് ദളിത് കോളനികളിൽ ഇവിടുത്തെ പോലീസുകാർ നടത്തിയ നരനായാട്ട് കുറ്റം ചെയ്തിട്ടുള്ള ആൾക്കാരെ മാത്രമല്ല പിടികൂടുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത്, നിൻ്റെയൊക്കെ മുഴുവൻ ജനസമൂഹത്തെയും ഈ നാട്ടിൽ അടിമകളായി ഇവിടെ അടിച്ചമർത്തി നമ്മൾ മുന്നോട്ട് തന്നെ പോകും. ഒരു 100 വർഷക്കാലം ഇനി നിങ്ങൾക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പോലീസ് അധികാരികൾ പറയണമെങ്കിൽ അവരെ നയിക്കുന്ന ഇവിടുത്തെ LDF ഭരണം അവർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം ഈ ജനത ഒരു കാലത്തും ഈ രാജ്യത്ത് രാഷ്ട്രീയത്തെക്കുറിച്ചോ ഇവിടുത്തെ സാമൂഹ്യ നീതിയെക്കുറിച്ചോ ഒന്നും മനസ്സിലാക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം. എല്ലായിടത്തും ക്ഷേമമാണ്, രാജ്യമാകെ വികസിച്ചു കഴിഞ്ഞു, പുരോഗമനം, സോഷ്യലിസം. ഇപ്പൊ സോഷ്യലിസം എന്ന വാക്ക് ആരും എടുക്കുന്നില്ല. ശ്രീമൻ ലാഹ ഗോപാലൻ കാണാതെ പഠിച്ച പഴയ തത്വശാസ്ത്രം ഇവിടെ ഉദ്ധരിച്ചപ്പോഴൊക്കെ എനിക്കും ആവേശം വന്നു പോയി. പക്ഷെ ഇന്ന് ആ പദങ്ങളെല്ലാം ഇന്ന് കടമെടുത്തുകൊണ്ട് പോയിരിക്കുകയാണ്, കവർന്നെടുക്കുകയാണ്. ഒരു വിപ്ലവകാരി ഉപയോഗിക്കുന്നില്ല. കാരണം കേരളം മാറി മാറി എത്ര പ്രാവശ്യം ഭരിച്ചു. എല്ലാവർക്കും ഭൂമി, ആർക്ക്? പിന്നോക്കക്കാർക്ക് ഭൂമി. ഭൂമി കൊടുക്കാനിന് ബാക്കിയില്ല, എടുക്കാൻ ചെല്ലുമ്പോൾ ഭൂമിയില്ല. കൊടുത്തു വന്നു. നമ്മളെ ദുഃഖത്തിലാഴ്ചുന്ന ഒരു സംഭവം നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു സ്കൂളിലെ ബസ് നിയന്ത്രണം വിട്ട് സ്കൂൾ വിട്ട അവസരത്തിൽ കണ്ണൂർ ഭാഗത്ത് കടന്നു പോയി 10 കുട്ടികളുടെ മരണം സംഭവിച്ചു. ആ 10 കുട്ടികളുടെ മരണം സംഭവിച്ചപ്പോൾ കേരളമാകെ ഞെട്ടിവിറച്ചു. സാക്ഷര കേരളം, എല്ലാവർക്കും സ്വർഗം, ഇവിടം സ്വർഗമാണ്, കേരളമാണ് ഇന്ത്യയിലെ സ്വർഗം. പക്ഷേ 3 കുട്ടികളെ അടക്കം ചെയ്യാൻ സ്വന്തമായി സ്ഥലമില്ല. എന്ത് കേരളം? എന്താണ് നമ്മുടെ രാജ്യത്ത് നടന്നത്? എന്ത് കമ്മ്യൂണിസം, എന്ത് കോൺഗ്രസിസം? നിയമങ്ങൾ ഉണ്ടായില്ലേ? മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. ഇപ്പോഴും അടുക്കള പൊളിച്ചും അമ്മിക്കല്ല് ഇളക്കിയുമാണ്
കുഴിമാടങ്ങൾ ഉണ്ടാക്കുന്നത്. എന്ത് ദരിദ്രാവസ്ഥയാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത്. ഇവിടെയാണ് താഴെ കിടപ്പവരെ തൽക്കാൽപതേ ധർമ്മം എന്ന് പറയുന്ന വൈകുണ്ഠസ്വാമിയെ ഞങ്ങൾ ഓർമ്മിക്കുന്നത്. ഈ മണ്ണിൽ ഈ സ്റ്റേജ് കിട്ടിയിരിക്കുന്ന ഭാഗത്ത് ഇവിടെ അദ്ദേഹം അറസ്റ്റ് വരിച്ച് കുതിരയുടെ കാലിൽ കെട്ടിവലിച്ച് കന്യാകുമാരി മുതൽ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനു വേണ്ടി? സമത്വം എന്ന ആശയം 1836 സംഭാവന ചെയ്തതിൻ്റെ പേരിൽ, സമപന്തി ഭോജനം കന്യാകുമാരിയിൽ സംഘടിപ്പിച്ചതിൻ്റെ പേരിൽ, ഇവിടുത്തെ അന്നത്തെ സ്വാതി തിരുനാൾ മഹാരാജയുടെ നിർദ്ദേശപ്രകാരം വലിച്ചിടക്കപ്പെട്ട് കൊണ്ടുവന്ന ഇവിടെ ചിങ്കാരത്തോപ്പ് ജയിൽ 112 ദിവസം കിടന്നു. ആർക്ക് വേണ്ടി? സാമൂഹ്യ നീതിക്ക് വേണ്ടി, അസമത്വം ഒഴിവാക്കുന്നതിന് വേണ്ടി. 24 ലക്ഷം ആൾക്കാരെ ഈ നാഷണൽ ഹൈവേ 17-ന്റെയും 47-ന്റെയും ഓരങ്ങളിൽ നിന്ന് തെരുവിലേക്ക് കാട്ടിയിറക്കി അവരുടെ സർവസ്വവും നശിപ്പിച്ച് മൂന്നാറിൽ നടത്തിയതുപോലെ JCB കൊണ്ട് കയറ്റിയിറക്കി ഒരു ദേശീയ പാത വികസനം നടത്താമെന്ന് മന്ദബുദ്ധികളായ കുറച്ച് ഉദ്യോഗസ്ഥർ ഇവിടെ വിചാരിച്ചു. ഇത് നേരത്തെ മനസ്സിലാക്കിയ ആക്ഷൻ ഫോറം സൈറ്റിൽ നിന്നും ഇതിൻ്റെ ഡീറ്റെയിൽസുകൾ കളക്ട് ചെയ്തു. അത് നോട്ടീസ് മുഖേനയും ഓരോ കൊച്ചു കൊച്ചു യോഗങ്ങൾ മൂലവും ജനങ്ങളിലേക്ക് എത്തിച്ചു. കാരണം മാധ്യമങ്ങളെല്ലാം ഇതിന് പുറംതിരിഞ്ഞു നിൽക്കുകയായിരുന്നു. അവരെല്ലാം മറ്റാരെയോ ഭയക്കുന്നത് പോലെയായിരുന്നു. അധികാരി വർഗം, മുഖ്യധാര രാഷ്ട്രീയക്കാർ എല്ലാ ജനകീയ പ്രക്ഷോഭങ്ങളിലും ജനകീയ വികാരങ്ങളെ മാനിക്കാതെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു അവസരം. എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് പറയാൻ കഴിയുന്നില്ല. അതിനെതിരെ ഞങ്ങളോടൊപ്പം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി മുദ്രാവാക്യങ്ങളുടെ സാമീപ്യം കൊണ്ടും ഉദ്ദേശ ലക്ഷ്യത്തിൻ്റെ ശുദ്ധത കൊണ്ടും സത്യസ്ഥിതി മനസ്സിലാക്കിയും SDPIക്കാർ ഞങ്ങളോടൊപ്പം നിന്ന് സമരം ചെയ്തു. ആ സമരം വിജയത്തിലേക്ക് എത്തിച്ചു. ഇല്ല എങ്കിൽ 24 ലക്ഷം ആൾക്കാർ തെരുവിലേക്ക് ഇറങ്ങുമായിരുന്നു. എന്തുകൊണ്ടൊരു പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനം? ഒരുപാട് കാലം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊടി പിടിച്ചവരാണ് SDPയുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്ന എൻ്റെ മുന്നിലിരിക്കുന്ന ആളുകൾ. ഒരുപാട് കാലം ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ കൊടി പിടിച്ച് ഇന്ദിരാഗാന്ധിക്കും രാജീവ് ഗാന്ധിക്കും ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കും സിന്ദാബാദ് വിളിച്ച് ശീലിച്ചവരാണ്. പലപ്പോഴും ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും ഉൾപ്പെടെ ഒരുപാട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കൊടി പിടിച്ചവരാണ് ഇവിടെയുള്ളവർ. അഥവാ ഇവിടെ ഇരിക്കുന്ന ദളിതുകൾ ഉൾപ്പെടെയുള്ള മതന്യൂനപക്ഷ ദളിതാദിവാസി മഹാഭൂരിപക്ഷം വരുന്ന ജനത. ലാഹഗോപാൽ ഇവിടെ പറഞ്ഞു, ഈ രാജ്യത്തിൻ്റെ മഹാഭൂരിപക്ഷം വരുന്ന ദളിതുകൾ ഒരു വിമോചനത്തിൻ്റെ പ്രസ്ഥാനമായി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ധരിച്ചിരുന്നുവെങ്കിൽ അതേ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ദളിത് മതന്യൂനപക്ഷങ്ങളുടെ അന്ധകനായി രംഗത്ത് വന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ബോധ്യം വരുന്നത്. ഞങ്ങളുടെ ഈ ജാഥ കടന്നു വരുമ്പോൾ അങ്ങ് വയനാട് ആപ്പാടെന്ന് പറയുന്ന ആദിവാസി സമരഭൂമിയിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ പ്രിയപ്പെട്ട കാളി എന്ന് പറയുന്ന 8 മക്കളുടെ അമ്മയായ ആദിവാസി അമ്മ ഞങ്ങളോട് ചോദിക്കുന്നു, പതിറ്റാണ്ടുകളായി ഞങ്ങൾ താമസിച്ചു പോരുന്ന വനഭൂമിയിൽ നിന്ന് ഞങ്ങളെ കുടിയിറക്കി കിടന്നുറങ്ങാൻ 8 മക്കളെയുമായി കിടന്നുറങ്ങാൻ ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി ഞങ്ങൾ സമരം നടത്തുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോലീസ് ഗുണ്ടകൾ വന്നുകൊണ്ട്, വനപാലകരെന്ന ഗുണ്ടകൾ വന്നുകൊണ്ട് ഞങ്ങളെ ഇതിൽ നിന്നും ആട്ടിയിറക്കുമ്പോൾ ഞങ്ങളോടൊപ്പം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചെങ്കൊടിയില്ല, കോൺഗ്രസിന്റെ ത്രിവർണ പതാകയില്ല. ഞങ്ങൾ പ്രതീക്ഷയർപ്പിക്കുന്നത് നിങ്ങളെപ്പോലെയുള്ളവരിലാണ്, അഥവാ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പോലുള്ള പ്രസ്ഥാനങ്ങളിലാണ് എന്ന് പറയുമ്പോൾ ഇവിടെയാണ് നാം ഈ പ്രസ്ഥാനങ്ങളെ വിലയിരുത്തേണ്ടത്. നമുക്കറിയാം, നാം നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഇവിടെ നിന്ന് 3 കിലോമീറ്റർ അപ്പുറമാണ് ഭീമാപള്ളി എന്ന് പറയുന്ന പ്രദേശം.
ഗുജറാത്തിൽ കൂതുപ്പ് കൈകളോടെ RSSന്റെയും നരേന്ദ്രമോദിയുടെയും പോലീസിന്റെ മുമ്പിൽ ജീവന് വേണ്ടി യാചിച്ചു കൊണ്ടിരുന്ന കുത്തുബുദ്ദീൻ അൻസാരിയുടെ ഫോട്ടോ ഇങ്ങ് തിരുവനന്തപുരത്തിന്റെ അട്ടക്കുളങ്ങരയിലും അതുപോലെ മലപ്പുറത്തിന്റെ മഞ്ചേരിയിലും ഉൾപ്പെടെ ഒട്ടിച്ച് മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് നേടി അധികാരത്തിൽ വന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ ഈ ഭീമാപള്ളിയിൽ 6 മുസ്ലിങ്ങളെ വെടിവെച്ച് കൊന്നിട്ട് എന്തിനാണ് വെടിവെച്ച് കൊന്നതെന്ന് ഇന്ന് വരെ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടില്ല. ഒരു കാലത്തങ്ങ് ബീഹാറിന്റെയും UPയുടെയും അർദ്ധസൈനിക വിഭാഗം ഒരുപാട് മുസ്ലിങ്ങളെ കൊന്നൊടുക്കി നാം കേട്ടിട്ടുണ്ട്. പക്ഷേ അതിനവർ ചില കാരണങ്ങൾ പറഞ്ഞിരുന്നു. നരേന്ദ്രമോദിയുടെ ഗുജറാത്തിൽ വരെ തീവ്രവാദമെന്ന ഇല്ലാത്ത ന്യായമെങ്കിലും പറഞ്ഞിരുന്നുവെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോലീസ് 6 പേരെ വെടിവെച്ച് കൊന്നിട്ട് എന്തിനാണെന്ന് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ഇത് കേരളത്തിലാണ് നടന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല, കേരളത്തിന്റെ DGP പറഞ്ഞിട്ടില്ല. തിരുവനന്തപുരത്ത് സർവകക്ഷി യോഗം വിളിക്കുമ്പോൾ കേരളത്തിന്റെ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഞാൻ കൃത്യമായി പറയുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷനും മുൻ MPയുമായ VS ശിവകുമാർ ഉൾപ്പെടെയുള്ളവർ ഗവൺമെന്റിന്റെ തുടർ നടപടികൾ പ്രശംസനീയമാണ് എന്ന് പറഞ്ഞ് ഗവൺമെന്റിന്റെ നരഹത്യയെ സപ്പോർട്ട് ചെയ്തപ്പോൾ ആർജവത്തോടെ പ്രതികരിക്കാൻ അവസരം ഉപയോഗപ്പെടുത്തി എന്തിനാണ് സാർ ആ നിരപരാധികളെ വെടിവെച്ച് കൊന്നതെന്ന് ചോദിച്ചവർ ഈ വേദിയിലിരിക്കുന്നവരാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പുതുയുഗ രാഷ്ട്രീയത്തിൻ നീലാകാശം ഇവിടെ പിറകൊണ്ടു, അതിലൊരു വെള്ളിത്താരകമിന്ന് വഴിതെളിയിക്കാൻ ഉയർകൊണ്ടു. പുതുയുഗ രാഷ്ട്രീയത്തിൻ നീലാകാശം ഇവിടെ പിറകൊണ്ടു, അതിലൊരു വെള്ളിത്താരകമിന്ന് വഴിതെളിയിക്കാൻ ഉയർകൊണ്ടു. ഒരു നവവികസന മോചന മന്ത്രധ്വനികൾ ഉയർത്തി ഗമിക്കുന്നു. ST